അതും നിന്നെ. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നിന്നെ പരിചയപ്പെട്ടതാണോ അല്ലേ? എന്നെ പരിചയപ്പെടണമെന്ന് ഞങ്ങൾക്കൊന്നും ഇല്ലെന്നല്ലോ. അപ്പൊ അസ്സലാമലൈക്കും. വിട്ടോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. പുതിയ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കോമഡിയാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണം കാണിച്ചു തരാം. ക്രിയേറ്റീവ് ഐഡിയ സാധനം എന്താ പറയാനുള്ളത്? ഒന്നും പറഞ്ഞത് ഒറ്റൊന്നും വില നിക്കണത്. അല്ലാ സീന് സീൻ എന്താ സാരായി കില്ലടി. ഒറ്റ ഒന്നും വില നിക്കണത്. ഇപ്പൊ എന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടോളൂ. അച്ഛനെ ഓ സീന്. നിഹാല് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഹാലിക്കയുടെ. അനക്കെന്താ പറയാല്ലേ? എന്താ പറയാച്ചാൽ എനിക്കൊന്നും ബുദ്ധിയില്ല, എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. അതാണ് ഞാൻ എല്ലാത്തിനും വിൻ ചെയ്യണത്. അടുത്ത ചെയ്യാനുള്ളത് ഞാൻ എടുക്കണത് എല്ലാത്തിനും വിജയിച്ചിട്ട് വിമാനം തന്നെ ഞാത്ത കാട്ടുക. എടാ ഞാൻ അങ്ങനെ എടുക്കഞ്ഞ് കട്ടിക്ക് ലോക്ക് ചെയ്തിട്ട് കയ്യോണ്ട് അതങ്ങ് കിട്ടും. മേലതാ പോരുന്നേ ഉമ്മാന്റെ കുട്ടിയെ ആ പരിപാടി ഇല്ല കേട്ടോ. ഇപ്പുറത്ത് അങ്ങോട്ട് തള്ളു പൊട്ടത്തി അങ്ങോട്ട് വലിച്ചാനോ അങ്ങനെയുണ്ട്. പകുതി ഞാൻ ക്യാമറ ഓഫ് ചെയ്താ എടുത്തോ. തൊട്ടെടുക്കണോ? ആയില്ലോ. ഫൗളാടാ, തുഞ്ചത്ത് നിക്കണ്ട്. ഞങ്ങളെ കൊണ്ടേ കിട്ടും. ഇവിടെ പിടിച്ച് ഞാൻ മാറ്റി പിടിച്ചിട്ട നമ്മളല്ലേ ഉള്ളു, ആരും കാണൂല. അതെടുത്താ മേലത്തെ കൊഞ്ഞാടും. അതെടുത്താലോ? എന്താണ് നിങ്ങൾ ഇങ്ങനെ? ഇതെടുക്കട്ടെ. വലിച്ചെടുത്തോ. ആയില്ലട്ടോ, കള്ളകളിയാ. എത്തത് അനിത്യാന്ന് വിചാരിച്ചു കണ്ട് എല്ലാവരും പാവത്തിന്റെ മാതിരി കാത്തുക. അതൊക്കെ ഞാൻ റെഡിയാക്കി തരണ. ഇങ്ങോട്ട് വാ. കൊഞ്ഞാടി ചാടി മോനെ ചാടി. എന്റെ പേര് പട്ടികണ്ടത്. ഞാൻ ഇട്ടോ എടുക്കേ. ഇതിന്റെ ഇടയ്ക്ക് നോക്കണ്ടേ? സംഗതി അടിപൊളിയാണല്ലോ. കസിന്ന് കട്ടാക്കണല്ലേ ബെറ്റർ. സജീർ പേടിച്ചിട്ടാണ് കളിക്കാൻ വരാത്തത്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഈ ബാബു വ്ളോഗ്സ് പറഞ്ഞ സജീറിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? ബാബു വ്ളോഗ്സ് പറഞ്ഞ സജീറിന് നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് നിനക്ക് അന്ന് കണ്ടപ്പോ തോന്നിയത്? കുഴപ്പമില്ല, പൊട്ടനാ പറയും. അത് കുറച്ചുകൂടി പരിചയപ്പെട്ടിട്ട് അറിയാം. ഞാൻ എങ്ങനെയുണ്ട് പറഞ്ഞ? അടിപൊളിയാണ്. പിന്നെ
കടിയായി സമൂസ അല്ലല്ലേ പപ്സ സമൂസയും പപ്സും നമ്മള് മൂന്നാളുള്ളൂ നീ ഞാൻ ഫസ്റ്റ് വിളിച്ചോ എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് ആവില്ല 5 മണിയാവും വേണ്ട ഞാൻ ഫസ്റ്റ് ആവാം 3 കോഫി 2 ടീ ഇതെല്ലാം ആദ്യം പറഞ്ഞ വലിക്കില്ല കുതിര. ഓ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഒറ്റ നിന്നിൻ്റെ ഉള്ളിൽ തലച്ചോറില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് അറിയില്ലേ, അതാണ് അവസ്ഥ സത്യം. പിന്നെ ഇത് ഇവിടെ ഒരു ചായ ഓർഡർ ചെയ്യാണ്, കുറേ നേരമായി ഓർഡർ ചെയ്യണത്, അതുകൊണ്ട് ഗെയിമും കളിച്ചു ഉത്തരക്കിടെ. വീഡിയോ ഷൂട്ടിങ് പകുതി ആയിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഒരു പ്രൊമോഷൻ്റെ ഷൂട്ടിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കണേ. ആദ്യം ജസ്റ്റ് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തു, പിന്നെ നേരെ കൺവേർട്ടാക്കി ഗിവ് അവേ രൂപത്തിലാക്കി. എന്നിട്ടാണ് ഇപ്പം അവസാനം പ്രൊമോഷൻ മെക്കിന് എത്തി. അങ്ങനെ ഇന്നിപ്പോൾ ടോട്ടലി 3 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാവും ഇന്ന്. അപ്പോൾ ഇവിടെ ഉള്ളവരെ ഞാൻ പരിചയപ്പെട്ടി തരാം ആരൊക്കെയാണെന്നുള്ളത്. ഇത് നിഹാലിക്ക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലവർ കാണാത്തവർക്ക് വർപ്പിച്ചരാം. നിഹാലിക്ക എന്ന് പറയുന്നത് ഒരു ക്യാമറമാനാണ്, നമ്മുടെ സ്വന്തം ക്യാമറമാൻ. പോസ്റ്റർ ഡിസൈനിങ്, അതുപോലെ ചെറിയ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ പരിചയപ്പെടുന്നത് 2025 അവസാനത്തേക്ക് തോന്നുന്നുണ്ട്. അവസാനത്തേക്ക് തന്നെയാണോ ആണെന്നുണ്ട്, അവസാനത്തേക്ക് തന്നെയാണ്. അന്ന് ഞാനിപ്പോൾ ഏതൊരു 12 വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതേനും, ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രം. അന്ന് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞ് അപ്പോൾ അങ്ങനെ പോയതാ. പിന്നെ ഇപ്പുറത്തുള്ളത് ഹെന്താസ്, അങ്ങനെ പരിചയപ്പെട്ടൊന്ന് പറഞ്ഞു കൊടുത്താ. ഞങ്ങളൊപ്പം ഡീറ്റെയിൽ പഠിക്കാൻ പോയി, ഒരു ചായ ക്യാൻസൽ ചെയ്താ, ഒരു ബസ്സിൽ പോയി, അങ്ങനെ പോയതാ. ചായ ക്യാൻസൽ ആക്കി തരാം ഗൈസ്. കടി ഞാൻ ഓർഡർ ചെയ്യേ, പഠിച്ചോനെ കടി ഓർഡർ ചെയ്യ. ഇതാണ് കാണുന്ന കടികളൊക്കെ ഉള്ളത്. കോമ്പോസ് നോക്കണ്ട, ലോട്ടർ ഫൈസ്, മോമോസ്. നിയാലെ മോമോസ് എടുത്താലോ? നിയാലെ മോമോസ് എടുത്താലോ? ഡയറ്റ്. പിന്നെ നിയാലിക്ക നമ്മളെങ്ങനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു കൊടുത്താ. നമ്മള് ഫുട്ബോൾ കളി കാണാൻ വന്നുണ്ട്. പിന്നെ പറയാ, ഓർമ്മല്ല. ഓ ആവത്തിന് ഓർമ്മയല്ലോ. അന്നേരം എന്താ പറഞ്ഞു കൊടുത്തത്, നമ്മളെങ്ങനെ പരിചയപ്പെട്ടു? നമ്മള് വീട്ടിൽ പഠിക്കാൻ പോയ സമയത്താണ് നമ്മൾ പരിചയപ്പെട്ടത്. അങ്ങനെ ഒരുപാട് പരിചയങ്ങൾ ഉള്ള വ്യക്തികൾ. കോമഡിയാണ്, കോമഡി പറഞ്ഞു കൊടുക്കാല്ലേ. അനക്കെന്നെ അറിയില്ലെങ്കിൽ പറഞ്ഞെടുക്ക ചെയ്യും. എനിക്ക് എപ്പോഴും തൊള്ളിന്ന് വരൂല, എന്താ അറിയില്ല. ഇത് കളി കാണാൻ വന്ന് പെട്ടതല്ലേ വീഡിയോ എടുക്കാന്, ഇതന്നെ അവിടുന്ന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോഴാണ് കോമഡി ആയത്. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവസാനം കുടുംബക്കാരനാണെന്ന് മനസ്സിലായത്. അതെ, എനിക്കറിയോ, ഞങ്ങൾക്ക് ഇത്ര പെട്ടിട്ട് അറിയില്ല. അയലോക്കാരൻ ഓന് ശരിക്കിച്ചല്ല, പിന്നെ കുടുംബക്കാരൻ ഓന്റെ ഒപ്പം എന്താണ്ടേ ഇവനെ അറിയിച്ചു. അറിയാൻ ഇവിടുന്ന് പരിചയപ്പെട്ടത് അതിന്റെ മകനാണ് കാരണം. അപ്പോഴാണ് കുടുംബാണെന്ന് തന്നെ വിടുന്നത്. അതിന്റെ പാനോട് ഏതായാലും കോമഡി പരിചയപ്പെടല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഉണ്ടായത്. ഇനി ശ്വേത എങ്ങനെ പരിചയപ്പെട്ടെന്നുള്ള ഓള് ചോദിച്ചേക്കോ. ഓളിപ്പോൾ എന്തോ ഒരു വർത്താനത്തില ഡീലിങ്ങിലാണ്. ഓളെ മോമേ ആരൊക്കെ വന്നിക്കണത്, അപ്പോൾ കാണാൻ വേണ്ടി പോയതാ. സോ നമ്മളിവിടെ വ്ളോഗ് എടുക്കാനുള്ള കാരണം, ഞാൻ കുറേ ദിവസം ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. ചെങ്ങൈമേറി ബെഞ്ചിന് വിളിച്ചടിച്ച് തോന്നുന്നുണ്ട്, കൊച്ചപ്പാടാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ കാവനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാവനൂർ ഒരു ടീ ഷോപ്പാണ്, എന്തോ സ്പാനിഷിലാണെങ്കിൽ തോന്നുന്നുണ്ട്, മനസ്സിലാണില്ല. സംഗതി അടിപൊളിയാണ് ഇവിടെ, ആംബിയൻസ് കാര്യങ്ങളൊക്കെ. നമ്മൾ അതാണ് വിഷയം. കടി ഓൾക്ക് എന്താ മോമോസ് പറ്റുമോ അവൾക്ക് അറിയില്ല, പറയില്ല. അപ്പം ശ്വേത, ഇത്ര നേരം നമ്മൾ ഒരു വ്ളോഗ് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെങ്ങനെയാണ് എന്നെ പരിചയപ്പെട്ടത്, ഞങ്ങളെ ടീമിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കോ. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട
ഖവന്നൂരത്തെ വ്ളോഗറായ സിനാൻഷ വഴിയാണ് ആദ്യം പരിചയപ്പെട്ടത്, അതും നിന്നെ. എന്നിട്ട് എന്നോട് പറയാ, നീ ഒരു ഇൻഫ്ലുവൻസർ ആണോ, നീ ഒരു വ്ളോഗറാണോ, നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് എന്നെ കളിയാക്കലേ ഇനി ആദ്യം. എന്താ ആ അങ്ങനെ ഇവനെ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മെസ്സേജ് അയച്ച കമ്പനിയായി. പിന്നെ നിന്റെ ഗ്യാങ്ങിനെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഇവരെ പരിചയപ്പെട്ടു. അടിപൊളിയാണ്. യെസ്, എന്നാലും സജീറുമായി എന്നെ പരിചയപ്പെട്ടതാണോ അല്ലേ? എന്നെ പരിചയപ്പെടണമെന്ന് ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഗ്യാങ്ങിന്ന് ഞാൻ റിമൂവ് ആവാണ്. ബ്രേക്കപ്പ് ആയും. ബ്രേക്കപ്പ്. ഞാൻ ആരിഫിന്റെ ഒക്കെ ചാടാൻ പോവാ. ഞാൻ ആരിഫിന്റെ ഒക്കെ പോവാ. ഞങ്ങളൊക്കെ ബ്രേക്ക് ആക്കാൻ പോയാ. അത് ഒരിക്കലും പുറത്ത് പോകരുത്, പ്രത്യേകിച്ച് അവന്റെ കയ്യിൽ കൊടുക്കരുത്. ഒരു കോമ്പോല് കേറി പോവാണ് മേലക്ക്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെദിയുടെ അതിമനോഹരമായ മുന്നേറ്റമാണ്. ഒരു പിടി ചായ കുറച്ച് വിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചായ തട്ടും. ചായ ഓക്കെ, ചായ തീരുമാനം. ചായ ഇതാണ് എന്റെ ചായ. എടുത്തോ ചായ നമുക്ക് ഫോട്ടോ എടുത്താലോ? അല്ല, വീഡിയോ എടുക്കാണ്ട്, മറ്റേ വീഡിയോ. ആ വീഡിയോ അപ്പത്തേനല്ലേ? അയ്യോ. അപ്പം നമ്മൾ ടീ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ടീയും ഒരു മോമോസും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൈക്കണത് കളയല്ല കേട്ടോ. എൻ്റെ മുതലാളി ചെറിയ മുതലാളി ചീത്ത അറിയാം അടച്ചോ. ഇതിനെ കൊണ്ട് ഭയങ്കര സൗകര്യക്കേടാണ്. ഈ മാനയും പക്കതയും. ആ കുരുണ്ടോ? അത് കേട്ടില്ല. കുരുണ്ടോന്ന് എന്ന് പറഞ്ഞേ. എന്താ പ്രശ്നം? എന്താണ് നീ പറയുന്നത്? നീ എവിടെങ്കിലും കണ്ടുക്കണോ ഇതുപോലത്തെ പെൺകുട്ടീനെ? ജന്മത്തിലേ കണ്ടില്ല. സീനാട്ടോ ഒട്ടച്ച തമ്പുരാനെ, ഇത് സീനാട്ടോ. തീരുമാനല്ലേ? ഇനിയാളെ തീരുമാനമാണ്. അടി ഒന്നുമല്ല നിക്കള്, അടിന്ന് വിളിച്ചോ. നീയാള് സീനാട്ടോ. അല്ലാ, ഓ ഓ അല്ലാ, ഇത് സീനാട്ടോ. ചെക്ക് 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 ശത ലോക്കായിരിക്കുന്നു. ആ ലോക്കായിരിക്കുന്നു. ചായ തട്ടിയ സ്വഭാവം മാറുമെന്ന് പറയുന്നു. ആ വണ്ടിയില് ഫുഡുണ്ട്. എന്ത് പൊറോട്ട അങ്ങനത്തെ അമ്മകളെ കണ്ടു. എത്തിനി അത് ഓളമ്മ കൊടുത്തേച്ചു. ഓളെ തറവാട്ടിൽ പരിപാടി സിനാനടുത്ത് കൊണ്ടെടുക്കാം. ഓക്കെ, ഇപ്പൊ ചാടും. ആയില്ലട്ടോ കള്ളക്കളി. ഈ ജാതി കള്ളക്കളി അറിയോ? ഈ എത്ര അറിയോ? ഇവിടെ പറയാൻ ആരുമില്ല. ഒക്കെ ആ ഒന്ന് കഷ്ടം അറിയോ? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നടക്കാൻ പോകുന്നത് രാംദാസ് ആണ്. ആകെ ആട്ടി കളിച്ചിട്ടുണ്ട്. രാംദാസേ അത് പോട്ടോടാ. എടാ ഞാൻ ചായ ഒന്ന് ഇങ്ങോട്ട് മാറ്റട്ടെ. ഓ, ആ എക്സ്പ്രഷൻ കാണിച്ചിട്ട് ഒന്നുകൂടി ചായ കുടിച്ചേ. സൗണ്ട് വരണം. ആ സൗണ്ട് ഇങ്ങോട്ട് എടുത്തില്ല. മൂട് പോയി ചായ എടുക്കുക. അടിപൊളി കോഫി മസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നോളിട്ടോ. എടാ കട ഷോപ്പിന്റെ പേരെന്താ? പേരില്ലേ? കാക്കേ ഇതിന് പേരില്ലേ? രാംദാസ് സൂക്ഷ്മദൃഷ്ടിയിലൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ഇഷ്ടം എന്താ പറയുക, സംഭവം അടുത്തത് എടുക്കാൻ കഴിയുന്ന മാതിരി വെച്ച് പോണേന്. ഇതൊന്നും ഇനി എടുക്കാനല്ല, അത് അഥവാ എടുക്കാൻ തന്നെ പൊട്ടിപ്പോ. ആടാ ഒക്കെ ഒന്നായിട്ടാ പോയത്. അത് ഞങ്ങളൊരു ഓർഡർ ഇട്ടതാ, ഒക്കെ അതേമാതിരി ആക്കണം. എന്നിട്ട് ഇപ്പൊ ഓർഡർ ആയോ? ഇവിടെ സെന്ററിലൊന്ന് വലിച്ചു, അവിടെ പോലെ ഈ കളി മിക്കവാറും മൂച്ചിട്ടോ പൊട്ടും പൊട്ടും ഇപ്പൊ പൊട്ടും. എന്താസ് പൊട്ടും ഞാൻ വല്ല വലിച്ചാൽ പൊട്ടും. ഇപ്പൊ പൊട്ടും. കിട്ടൂല. സ്റ്റെബിലിറ്റി നല്ല ഉണ്ടല്ലേ ഞാളെ ഷേക്കിങ് വല്ല അല്ല. അതെല്ലാം ഉണ്ട്. പിന്നെ സീൻ കേട്ടോ രാധാസേ, നീ ഒരു കില്ല. അപ്പൊ അസ്സലാമലൈക്കും. വിട്ടാ അതെടുത്താ എന്തായാലും ഈ ഭാഗം ശരിയും. അത് കിട്ടൂല. മേലെ വെയിറ്റില്ല, തല്ലൂടി തീരുമാനാക്കാം. ഞാൻ ചാടിക്കടോ തല്ലു കൊടുക്കും. നീ ഔട്ട്. നീ ഞാനും നിഹാലും. ഏയ് വീടെടുക്കാണ്ട്